CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ടാണിശ്ശേരി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടം മണ്ണിട്ട് നികത്തിയതായി പരാതി. ചൊവ്വല്ലൂരിൽ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കണ്ടോളിപ്പാടം ഭാഗത്താണ് കൃഷിയിടം നികത്തുന്നതിന്റെ ഭാഗമായി മണ്ണടിച്ചിരിക്കുന്നത്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കമനീയം കണ്ടാണിശ്ശേരി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ വാർഡ് തല ഉദ്ഘാടനം നടന്നു. 7ാം വാർഡ് കൂനമൂച്ചിയിൽ ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. നാടിന്റെ ശുചിത്വത്തിൽ നമുക്കും പങ്കാളിയാകാം എന്ന ജനകീയ മുദ്രാവാക്യത്തോടുകൂടി എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ രാഹുൽ, കോരങ്ങാട്ട് മൃദുൽ എന്നിവരാണ് അറസ്റ്റിലായത്. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിനെ തിമിരവിമുക്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കാഴ്ച 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. കുന്നംകുളം ലോയേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർക്കായി തുടർ നിയമ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന സെമിനാറിൽ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് ക്ലാസ് നയിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കരിയന്നൂർ 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1ാമത് വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ യൂണിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ലോക്കൽ സെക്രട്ടറി CF ജെയിംസ്, കേച്ചേരി മുൻ ബ്രാഞ്ച് സെക്രട്ടറി അഷ്റഫ് എന്നിവരുടെ അനുസ്മരണവും സൌജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ശ്രീരാമൻ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരണവും ജമാഅത്തയുടെ മഗ്രിബ് നമസ്കാരവും നടത്തി. ചാവക്കാട് താലൂക്ക് റവന്യൂ ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്കിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോകുന്ന ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സീന P ശ്രീധർ, VK റോസി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 4 മണിക്ക് ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിക്കും. മരത്തംകോട് ആസ്ഥാനമായി സന്മനസ് എന്ന പേരിൽ രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 19ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുജന പങ്കാളിത്തത്തോടെയാണ് ശുചീകരണം. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പൽ പെരുന്നാൾ നടന്നു. മദർ ഓഫ് ഗ്ലോറി ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെ ആദരിച്ചു. ചടങ്ങ് നിയുക്ത MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മെയ് 17 കുടുംബശ്രീ ദിനത്തിന്റെ ഭാഗമായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബക്രീദ് കന്നുകാലിച്ചന്ത സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തിയ കാലിച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. അക്കിക്കാവ് കമ്പിപ്പാലം KMSC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള സെവൻസ് വൺഡേ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അകാലത്തിൽ മരണമടഞ്ഞ ക്ലബ് അംഗമായ കുട്ടന്റെ ഓർമ്മയ്ക്കായാണ് 6ാമത് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കഴിയൂർ യൂണിറ്റിന്റെ 29ാം വാർഷിക സമ്മേളനവും മുൻ പ്രസിഡന്റ് ES വിജയന്റെ 1ാം ചരമവാർഷികാചരണവും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 1ാമത് ജൂനിയർ വോളിബോൾ ടൂർണമെന്റിൽ വോളി ക്ലബ് മമ്പാട് ജേതാക്കളായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന ടൂർണമെന്റിൽ 8ഓളം ടീമുകൾ പങ്കെടുത്തു. പൂവത്തൂർ ശ്രീദുർഗ സേവാ സമിതിയുടെ 23ാം സേവാ ദിനാചരണം പെരിങ്ങോട് അയ്യപ്പൻകാവ് ക്ഷേത്രം ഊട്ടുപുരയിൽ നടത്തി. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.